നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാരുണ്ടായിരുന്ന ആ ആദ്യ സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അന്നത്തെ ദൈവമക്കളെ നോക്കുകയാണെങ്കിൽ അവർക്ക് നല്ല വസ്ത്രങ്ങളോ ഒരു നേരത്തെ ആഹാരം വയറ് നിറച്ച് കഴിക്കാനുള്ള സാഹചര്യങ്ങളോ ഇന്നത്തെ ഈ ജീവിത സുഖങ്ങളോ ഉണ്ടായിരുന്നില്ല. എങ്കിലും ദൈവസ്നേഹവും പ്രാർത്ഥനാ വിഷയങ്ങളും അവരുടെ ഹൃദയ കവാടത്തിൽ മാറ്റൽ കൊണ്ടിരുന്നു. തങ്ങളുടെ മക്കൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കണം എന്ന് ചിന്തിച്ച് ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ച് ജീവിച്ചു വന്നവരായിരുന്നു പൂർവ്വപിതാക്കന്മാർ. ഇന്നത്തെ തലമുറയെ പോലെ മറ്റുള്ളവരെക്കാൾ മുന്നിട്ട് നിൽക്കണമെന്ന മത്സര ബുദ്ധിക്കാരോ ദൈവസ്നേഹം വേർതിരിപ്പാൻ കഴിയാതെ പിറുപിറുക്കുന്നവരോ ആയിരുന്നില്ല. അവർ ലാഭമായിരുന്നതെല്ലാം ഛേദമെന്നെണ്ണി നല്ല കാര്യത്തിനായി അവർ കാത്തിരുന്നു. മാത്രമല്ല, ആ കാലത്തെ ജനത്തിനിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം ദൈവമക്കളുടെ സ്നേഹമായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാം നമുക്കുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ദൈവസ്നേഹം പലർക്കുമില്ല. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന സ്നേഹവും ഈ കാലഘട്ടത്തിലെ ദൈവസ്നേഹവും തമ്മിലുള്ള ഒരു ചെറിയ താരതമ്യം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നു. ആസ്വദിക്കുക, ചിന്തിക്കുക. 1950 കാലഘട്ടത്തിലെ ദൈവമക്കൾ തമ്മിലുള്ള ദൈവസ്നേഹം നമുക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കുഞ്ഞിപ്പിച്ചായന്റെ അവിടെ ഒരു പ്രാർത്ഥനയോഗം ഉണ്ടായിരുന്നു. 3 ദിവസത്തെ യോഗം ഉണ്ടായിരുന്നു. എന്നിട്ടുണ്ടല്ലോ അവിടെ ഉള്ളവരെല്ലാം അയലോക്കത്തുള്ളവരെല്ലാം കൂടി വന്നു. അതിനകത്ത് കുറച്ചുപേര് രക്ഷിക്കപ്പെട്ടു. നമ്മുടെ കുഞ്ഞപ്പ ഉപദേശില്ലയോ, കുഞ്ഞപ്പ ഉപദേശിയ പ്രാർത്ഥനയ്ക്ക് രക്ഷിക്കപ്പെട്ടു. വന്ന് കൂടുതൽ ഒരു ഹിന്ദു സഹോദരി ഉണ്ടായിരുന്നു. അപ്പോഴുണ്ടല്ലോ അവരുടെ വീട്ടിൽ അടുത്ത മാസത്തെ യോഗ അവരുടെ വീട്ടിൽ നടക്കുക. നമുക്ക് എല്ലാവർക്കും പോയി ആ യോഗത്തിന് പോകാം കേട്ടോ. പിന്നെ നമുക്കിപ്പോ എങ്ങോട്ടാ സൗകര്യം അറിഞ്ഞില്ലയോ? നമ്മുടെ സൗകര്യല്ലേ പുള്ളിക്കാരിക്ക് നല്ല സുഖം. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. പിന്നെ പിള്ളേരുടെ അപ്പച്ചനെ റോഡിലോട്ട് ഇറങ്ങിയപ്പോ അവിടുത്തെ കൊച്ചു പറഞ്ഞതാണ്, ഇടേ മോള് പറഞ്ഞ അമ്മയ്ക്ക് നല്ല സുഖമില്ലെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോയി സൗകര്യം വരുന്നോ? ഞാൻ പ്രാർത്ഥനയോട് വരെ പോയിട്ട് വരും. അമ്മമ്മയുടെ കൂടെ പ്രാർത്ഥന വരുക. നമുക്ക് നോക്കിട്ട് ഞാനോട് വരാം. ശരിയാണ്. അവർക്കൊരു ആശ്വാസവും സമാധാനവും ഒക്കെ ആണ്. ഭാരങ്ങളെ ചുമന്നിരുന്നതുമായ ഒരു കാലഘട്ടം. എത്ര മനോഹരം! വേഷവിധാനത്തിലും ജീവിതത്തിലും മാതൃകയും എളിമയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ 1980-85 കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അത് എങ്ങനെ മാറ്റപ്പെട്ടു എന്ന് ഇതാ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നു. കഴിഞ്ഞ ആഴ്ച നിന്നെ വീട്ടു പ്രാർത്ഥനയ്ക്ക് കണ്ടില്ലല്ലോ. എന്ത് പറ്റി നിനക്ക്? ഇപ്പൊ ഭവന പ്രാർത്ഥനയ്ക്കൊക്കെ എവിടാ നേരം? ഇന്ന് ആരാധനയ്ക്ക് വരാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. ഇക്കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത് നമ്മുടെ അവിടുത്തെ ഓമന ഇല്ലയോ? ആ ഓമന ചേച്ചി കഴിഞ്ഞ ആഴ്ച കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയെന്ന് പറഞ്ഞു. അത് നമ്മുടെ ആ പുളിമൂട്ടൽ ജംഗ്ഷന്റെ അപ്പുറത്തുള്ള കടയില്ലയോ? ആ കടയില് ഒരു നല്ല റിഡക്ഷൻ സെയിൽ ഇട്ടിട്ട് ഭയങ്കര വില വമ്പിച്ച വിലക്കുറവാന്നാ പറഞ്ഞത്. ഇന്ന് നമുക്ക് ആരാധന തീരുന്നതിന് മുമ്പേ നമുക്ക് ഒരു ഞായറാഴ്ച പിന്നല്ലയോ, ഇന്ന് അങ്ങോട്ട് അങ്ങനെ ഇറങ്ങിയേക്കാം. പിന്നെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് പോയേക്കാം. ശരി പോക്ക്. അതാ ജീവിത തിരക്കിലേക്ക് ദൈവമക്കൾ ആയിത്തീർന്നിരിക്കുന്നു. അവർക്കിപ്പോൾ ആത്മീക കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനില്ല. ഭവന പ്രാർത്ഥനകൾക്ക് വരാൻ സമയവുമില്ല. അവർ ജോലി തിരക്കിനെ കുറിച്ചും സഭയിലെ മറ്റു ദൈവമക്കളുടെ കാര്യങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുന്നവരായി. സമയം കുറഞ്ഞു അവരുടെ എല്ലാ ദൈവിക കാര്യങ്ങൾക്കും. അവരവരുടെ കാര്യം മാത്രമായി ചിന്ത. ബൈബിൾ ചെറുതാകുകയും ആരും കാണാതെ കവറിലും ബാഗിലുമായി മാറിയ കാലം വേഗത്തിലോടി.
1995 കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആ കാലങ്ങളിലെ ദൈവമക്കളുടെ സ്നേഹം ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും കാണുകയാണ്. ആ കാലഘട്ടത്തിലെ സ്നേഹം എങ്ങനെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് മാറിയിരിക്കുന്നു? വേഷവിധാനത്തിലും അവരുടെ എളിമയിലും എങ്ങനെ വ്യത്യാസം വന്നു? ഇതാ നിങ്ങൾ ഇവിടെ ഇതാ ആസ്വദിക്കൂ. Hi, how are you? കണ്ടിട്ട് കുറെ നാളായല്ലോ. ഒത്തിരി തിരക്കായിരുന്നു. ഭയങ്കര തിരക്കായിപ്പോ. അത് ശരി. സഹോദരി സമാജത്തിന്റെ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന കേട്ടല്ലോ. ശരിയാണോ? പിന്നെ എന്റെ അച്ചായൻ സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ കാണാതെ എനിക്ക് ഒത്തിരി എല്ലാരും വോട്ട് ചെയ്യണം കേട്ടാ. ഹലോ. ഞാൻ ഷോപ്പിങ്ങിന് പോകും. വിശ്വാസിയുടെ വീട്ടിൽ. ഏത് വിശ്വാസിയുടെ വീട്ടില്? അത് ശരി. നീ പറഞ്ഞോ ആ ഷീബയുടെ ഹസ്ബൻഡ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുക. നിങ്ങളിങ്ങനെ സഭയൊക്കെ നന്നാക്കി നടന്നു. നിങ്ങൾക്കതൊന്നും പറഞ്ഞിട്ടില്ല. ഞാനേ എന്നാ പിന്നെ കാണാം. ഞാൻ ഇച്ചിരി ലേറ്റ് ആവുമായിരിക്കും കേട്ടോ. എന്നാ പിന്നെ കാണാം. ഓക്കെ ബൈ. അതാ ദൈവവേല തങ്ങളുടെ ഉത്തരവാദിത്തമായി ചെയ്തു വന്നിരുന്നവർ ഇപ്പോഴിതാ അത് അവരുടെ പ്രശസ്തിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. തമ്മിൽ വിഷയമോർത്ത് പ്രാർത്ഥിപ്പാനോ ഇടിവിൽ നിൽപ്പാനോ ആശ്വസിപ്പാനോ കഴിയാതെ അവർ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന വക്രബുദ്ധിയുള്ളവരായി സ്നേഹത്തിൽ വീഴ്ച വരുത്തിയിരിക്കുന്ന ഒരു കാലഘട്ടം. സഭയുടെ ആത്മീയ കാര്യങ്ങളിൽ നിന്നും മാറി അവർ ഇലക്ഷനും മറ്റുമായി അധികാരമോഹികളായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവസ്നേഹത്തിന് എത്ര വീഴ്ച വരുത്തിയിരിക്കുന്നു ദൈവമക്കൾ. കാലചക്രം പിന്നെയും പലവട്ടം ഉരുണ്ടു 2000 ആണ്ട് കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ കാലഘട്ടത്തിലെ ദൈവമക്കൾ എങ്ങനെ മാറിയെന്നും അവരുടെ ദൈവസ്നേഹം എങ്ങനെ വ്യത്യാസപ്പെട്ടുവെന്നും നമുക്കിപ്പോൾ കാണാവുന്നതാണ്. ഹായ്. ഹലോ ഹലോ ഹലോ. ഷെറിൻ സിസ്റ്റർ അല്ലേ? അതെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച സൺഡേ ആരാധനയ്ക്ക് ഒന്നും കണ്ടില്ലല്ലോ. ഓ പാസ്റ്റാൻഡി, എനിക്ക് തീരെ സമയമില്ലായിരുന്നു. എന്നാന്ന് ചോദിച്ചാല് കഴിഞ്ഞ സാറ്റർഡേ ഓർഡിനേറ്റർ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോ ഒത്തിരി അങ്ങ് ലേറ്റ് ആയി. പിന്നെ ഞാനങ്ങ് ടയേർഡായിരുന്നു. ഓ അതെ, അടുത്ത വീക്കെൻഡിൽ നമുക്ക് 3 ദിവസത്തെ കോൺഫറൻസ് ഉണ്ടേ. നല്ല ഒരു പ്രാസംഗിനെയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതിനെങ്കിലും കാണുമോ? നമ്മുടെ വിശ്വാസികൾ ആരാധനയ്ക്ക് മുടക്കം വരുത്താൻ പാടില്ല എന്ന് അറിയാമല്ലോ. ഓ പാസ്റ്റാൻഡി, അതൊക്കെ പിന്നെ സംസാരിക്കാം. എനിക്കിപ്പോ ഒത്തിരി തിരക്കാണേ. എന്നാ ശരി എന്നാ. ഓക്കെ എന്നാ. ഹലോ ഷെറിനെ, ഹലോ വെക്കല്ലേ. എന്ത് ചെയ്യാനാ ഈ പിള്ളേരുടെ ഒരു കാര്യമേ. സഭ കോർപ്പറേറ്റ് സ്റ്റൈലിലേക്ക് എത്തിപ്പോയ കാലം